ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ശേഷം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ വെച്ചാണ് സിപിഐഎമ്മിന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞത്. ഇവിടെ കുടുംബവുമായി സംസാരിച്ച് പാർട്ടിയുടെ ഇവിടെയുള്ള PB അംഗങ്ങൾ ചർച്ച ചെയ്ത് തുടർന്ന് എന്താണ് വേണ്ടത് എന്നത് സംബന്ധിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. നാളെ വൈകുന്നേരം 6 മണിയോടുകൂടി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്നും സഖാവ് സീതാറാം യെച്ചൂരിയുടെ ശരീരം വസന്തകുഞ്ചിലുള്ള അവരുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും നാളെ രാത്രി മുഴുവൻ കുടുംബാംഗങ്ങൾക്കൊപ്പം സഖാവ് സീതാറാം താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ അദ്ദേഹത്തിന്റെ മൃതശരീരമുണ്ടായിരിക്കുന്നതുമാണ്. മറ്റന്നാൾ, അതായത് 14-ാം തീയതി രാവിലെ 11 മണി മുതൽ ഇവിടെ AKG ഭവനിൽ സഖാവ് സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം പൊതുദർശനത്തിന് വെക്കുന്നതാണ്. ആളുകൾക്ക് അന്ത്യോപചാരങ്ങൾ അർപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. 14-ാം തീയതി 3 മണിക്ക് ശേഷം ഇവിടെ നിന്നും സഖാവ് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം അദ്ദേഹവും കുടുംബവും പാർട്ടിയും സമ്മതിച്ചിട്ടുള്ളതിന്റെയും തീരുമാനിച്ചിട്ടുള്ളതിന്റെയും അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പഠനത്തിനും ഗവേഷണത്തിനുമായി അദ്ദേഹത്തിന്റെ ബോഡി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏൽപ്പിക്കുന്നതാണ് 14-ാം തീയതി വൈകുന്നേരം. ഇത്രയും കാര്യങ്ങളാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാമിന്റെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പാർട്ടിയും കുടുംബവുമായി ആലോചിച്ച് കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വരുന്നു. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ അനുശോചനമുണ്ടല്ലോ, അത് നിങ്ങൾ കൊടുത്താൽ മതി.